കെട്ടിട പെർമിറ്റിന് കൈക്കൂലി വാങ്ങിയ കൊച്ചി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥ അറസ്റ്റിൽ. ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങൾ നൽകാനായി ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, എപ്പോഴായിരുന്നു അറസ്റ്റ്? എത്ര രൂപയാണ് കൈക്കൂലി വാങ്ങാനായി ശ്രമിച്ചത്? അല്പം മുമ്പാണ് അറസ്റ്റ് നടന്നത്. പൊന്നുരുന്നിയിൽ വെച്ചാണ് വിജിലൻസ് സംഘം ഈ ബിൽഡിംഗ് ഇൻസ്പെക്ടറെ കൈയോടെ പൊക്കിയത്. 15,000 രൂപയാണ് ഇവർ കൈക്കൂലി വാങ്ങാൻ ശ്രമിച്ചത്. അതിനിടയിലാണ് ഈ അറസ്റ്റ് നടപടികളിലേക്ക് വിജിലൻസ് എത്തിയത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൊച്ചി കോർപ്പറേഷനിലെ പല സോണൽ ഓഫീസുകളിലും ഇത്തരത്തിൽ കൈക്കൂലി വ്യാപകമാണ് എന്ന പരാതിയെ തുടർന്ന് വിജിലൻസ് പ്രത്യേകം പരിശോധനകളൊക്കെ തന്നെ നടത്തുകയായിരുന്നു. നേരത്തെ ആരോഗ്യ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്തിരുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ബിൽഡിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥയായ സ്വപ്നയെ ഇപ്പോൾ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. സ്വന്തം വാഹനത്തിലാണ് സ്വപ്ന ഈ പൊന്നുരുന്നിയിലേക്ക് എത്തിയത്. കെട്ടിട പെർമിറ്റിന് വേണ്ടി 15,000 രൂപയാണ് അവർ കൈക്കൂലി വാങ്ങിയത്. 2 കുട്ടികൾക്കൊപ്പമാണ് സ്വപ്ന ഈ കൈക്കൂലി വാങ്ങാനായി പൊന്നുരുന്നിയിലേക്ക് എത്തിയത്. അപ്പോൾ കൈയോടുകൂടി തന്നെ വിജിലൻസ് സംഘം സ്വപ്നയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇനി തുടർ നടപടികൾ ഉണ്ടാകും. തൃശൂർ സ്വദേശിയാണ് സ്വപ്ന എന്നതാണ് വിജിലൻസ് പറയുന്നത്. വൈറ്റില സോണൽ ഓഫീസ്, കൊച്ചി കോർപ്പറേഷന്റെ വൈറ്റില സോണൽ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറാണ് സ്വപ്ന. സ്വപ്നയ്ക്കെതിരെ തുടർ നടപടികൾ എടുക്കേണ്ടത് കൊച്ചി കോർപ്പറേഷനാണ്. എന്തായാലും കൊച്ചി കോർപ്പറേഷനിലെ പല വിഭാഗങ്ങളിലും കൈക്കൂലി വ്യാപകമാണെന്ന പരാതികൾ ഉയർന്നു നിൽക്കെയാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. വിജിലൻസിന്റെ നടപടികളെ നേരത്തെ മേയർ എം അനിൽകുമാർ സ്വാഗതം ചെയ്തിരുന്നു. അഴിമതി ഉണ്ടെങ്കിൽ പിടിക്കണമെന്ന് തന്നെയായിരുന്നു കോർപ്പറേഷൻ മേയർ നേരത്തെ പറഞ്ഞത്. എന്തായാലും വിജിലൻസ് കൊച്ചി കോർപ്പറേഷനിൽ കൃത്യമായ നടപടികളിലേക്ക് പോകുന്നു. അവിടുത്തെ അഴിമതി അമർച്ച ചെയ്യുന്നതിനുള്ള നീക്കങ്ങളാണ് വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറസ്റ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ. നേരത്തെ പള്ളുരുത്തി മേഖലാ ഓഫീസിലെ ആരോഗ്യ വിഭാഗത്തിലെ 2 ഉദ്യോഗസ്ഥരെ കൈക്കൂലി കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ബിൽഡിംഗ് വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയെയാണ് പൊന്നുരുന്നിയിൽ വെച്ച് വിജിലൻസ് സംഘം കൈക്കൂലി വാങ്ങുന്നതിനിടെ കൈയോടെ പൊക്കിയിരിക്കുന്നത്. ബിനിൽ, ഇപ്പോൾ അവരുടെ ദൃശ്യങ്ങളിൽ അവർ മുഖം മറയ്ക്കാൻ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും ബുദ്ധിമുട്ടില്ല. മര്യാദയ്ക്ക് ശമ്പളവും കിട്ടുന്ന, അത്യാവശ്യം ഭേദപ്പെട്ട നിലയിൽ ജീവിക്കാൻ ഉതകുന്ന ഒരു ജോലിയാണ്. അത് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ഈ ആർത്തിമൂത്ത് ഇത്തരം പ്രവർത്തികൾ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ചെന്ന് ചാടുന്നത്. ഇതിപ്പോൾ ഇത് ആദ്യത്തെ സംഭവമായിരിക്കില്ലല്ലോ. നേരത്തെയും കാലങ്ങളായിട്ട് ഇവർക്കെതിരെ പരാതിയുണ്ടോ? ഇവർ എവിടെയൊക്കെ ജോലി ചെയ്തിട്ട് അവിടെയൊക്കെ ഇത്തരം പ്രവർത്തികളാണോ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്? ദിവിഷ്, കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഈ കെട്ടിട നിർമ്മാണ വിഭാഗമൊക്കെ ബന്ധപ്പെട്ട വ്യാപകമായ പരാതികളുണ്ട്. കാരണം വലിയ രീതിയിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന സ്ഥലമാണ്. നിരവധി കെട്ടിടങ്ങൾ ഒരേ സമയം പണിയുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ വേഗത്തിൽ സമ്പാദിക്കുക എന്നതാണ് പലരും ആഗ്രഹിക്കുന്നത്. അത് വച്ച് താമസിപ്പിക്കുകയും അനാവശ്യമായ ഉടക്കുകളൊക്കെ ഇടുകയും അത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്നതിന് വേണ്ടിയുള്ള പല ശ്രമങ്ങളും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നടത്തുന്നു എന്ന രീതിയിൽ വ്യാപകമായ പരാതികൾ വിജിലൻസിന് മുന്നിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലാണ് ഇപ്പോൾ ഈ കേസും വന്നത്. 15,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയെ പിടികൂടിയിരിക്കുന്നത്. ദിവിഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല ശമ്പളമൊക്കെ കിട്ടുന്ന ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ അഴിമതിക്കാരായി മാറുന്നത്. വലിയ രീതിയിൽ പണം സമ്പാദിക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തിലേക്ക് ഈ ഉദ്യോഗസ്ഥർ പോകുന്നതിന്റെ ഫലമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് കൊച്ചി കോർപ്പറേഷൻ വിജിലൻസിന്റെ നിരീക്ഷണത്തിലാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും അതിന് മാസങ്ങൾക്ക് മുൻപുമാണ് അവിടെ വിശദമായ പരിശോധനകളൊക്കെ നടന്നത്. അത്തരത്തിൽ വിജിലൻസിന്റെ നിരീക്ഷണമുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുക എന്ന് പറയുന്നത് അത് വലിയ രീതിയിൽ പണം സമ്പാദിക്കുക. ദിവിഷ് പറഞ്ഞതുപോലെ വലിയ രീതിയിൽ പണത്തോടുള്ള ആർത്തി മൂത്ത രീതിയിലാണ് ഈ പ്രവർത്തികളൊക്കെ നടക്കുന്നത്. പക്ഷേ ഇനി ഈ സ്വപ്ന പോകുന്നത് അഴിക്കുള്ളിലേക്കാണ്. വിജിലൻസ് കൈയോടെ തന്നെ പൊക്കിയിരിക്കുന്നു. ഇത് കൊച്ചി കോർപ്പറേഷനിലെ മറ്റു ഉദ്യോഗസ്ഥരും ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരും പാഠമാക്കേണ്ട ഒരു കേസായി ഇത് മാറേണ്ടതാണ്.